നമ്മുടെ ആ മാവ് എടുത്തതിൽ നിന്നും 1.5 ഗ്ലാസ്സാണ് വേണ്ടത്. 1 ഗ്ലാസ് മാവിന് 1.5 ഗ്ലാസ് വെള്ളം. എന്നിട്ട് നമുക്കിനി ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് വെള്ളത്തിൽ ഉപ്പ് നല്ലതുപോലെ അലിഞ്ഞ് ചേരണം. ഈ സമയത്തൊന്നും തന്നെ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് തേങ്ങയാണ്. അപ്പോൾ നമുക്ക് തേങ്ങയുടെ അളവൊന്നും ഒരു അളവായിട്ടൊന്നുമില്ല, ഇഷ്ടമുള്ള രീതിയിൽ ചേർക്കാം. അപ്പം ഇതുപോലുള്ള ഗോതമ്പ് ഉരുട്ടി, അരി ഉരുട്ടിയിലൊക്കെ തേങ്ങ എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം കറക്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് കറക്റ്റായിട്ടൊരു അളവില്ല. ഞാൻ ഇതിപ്പോൾ ഇത്രയും കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇത് ദാണ്ട് വെള്ളം ഇതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്തിന് നമുക്കിനി ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലെ ഇളക്കിയും കൂടെ കൊടുക്കുക. അപ്പോൾ ഈ സമയം ഫ്ലെയിം ഓവറായിട്ട് കൂട്ടി വെക്കരുത്, എല്ലാം കൂടെ അങ്ങ് വറ്റും. അപ്പോൾ ആ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് മാവ് വെന്ത് കിട്ടില്ല. അതുകൊണ്ട് മാവ് വെന്ത് കിട്ടണം. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ